RSSന്റെ വാക്കും കേട്ട് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത ഗവർണർക്ക് ഇപ്പോൾ കേരളം എന്തെന്ന് പിടികിട്ടി കാണും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തെ അപമാനിക്കുക, ചില ജില്ലകളെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കുക, മുഖ്യമന്ത്രിയെ അവഹേളിക്കുക, SFIക്കാരെ ചീത്ത വിളിക്കുക, ചാൻസലർ കൂടിയായ ഗവർണർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടികളാണ് മേൽ പറഞ്ഞത്. ഗവർണർ ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുക എന്നത് തെളിവ് സഹിതം പുറത്തു വന്നതാണ്. തേഞ്ഞിപ്പലത്ത് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അടക്കമുള്ള BJP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയൊക്കെ ചിത്രങ്ങൾ സഹിതം പുറത്തു വന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ച് നാടിൻ്റെ സമാധാനം തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പ്രകോപനം സൃഷ്ടിച്ച് കടന്നു ചെല്ലുക, പ്രതിഷേധ ബാനർ അഴിച്ചുമാറ്റാൻ നിർദ്ദേശിക്കുക, കേരളത്തിൽ ക്രമസമാധാനം തകർന്നു എന്ന് മാധ്യമങ്ങളോട് പറയുക, മണിക്കൂറുകൾക്കകം മാനാഞ്ചിറ തെരുവിൽ പോയി ഹൽവ വാങ്ങി മടങ്ങുക. എന്തായാലും RSSന്റെ വാക്കും കേട്ട് ഗവർണർ നടത്തിയ റോഡ് ഷോയ്ക്കിടെ LIC ബസ് സ്റ്റോപ്പിൽ കുഴഞ്ഞു വീണ വയോധികന് ജീവൻ നഷ്ടമായി. ചേവായൂർ വൃന്ദാവൻ കോളനിയിൽ അശോകൻ അടിയോടിയാണ് മരിച്ചത്. ഗവർണറുടെ വാഹനവ്യൂഹവും മാധ്യമപ്രവർത്തകരുടെയും ജനക്കൂട്ടത്തിൻ്റെയും തിരക്കും കാരണം അശോകനെ ഓട്ടോറിക്ഷയിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വൈകിയത്രേ. ഗവർണറുടെ റോഡ് ഷോയ്ക്കിടയിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടമായത് എന്തുകൊണ്ടോ സംഘവിധേയത്വം പുലർത്തുന്ന വലത് മാധ്യമങ്ങൾ വാർത്തയാക്കിയില്ല എന്ന് മാത്രം. RSS നോമിനികളെ കാലിക്കറ്റ് കേരള സർവകലാശാലകളിൽ തിരികെ കയറ്റിയ ഗവർണർക്ക് വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് നേരിടേണ്ടി വരുന്നത്. പ്രതിഷേധക്കാരെ അപഹസിച്ച് രസിച്ചിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ SFIയുടെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ തലകുനിച്ചാണ് കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചത്. ഗവർണറെ മുൻനിർത്തി വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിന് RSS ശ്രമിക്കുമ്പോൾ അതിനെതിരായ ചെറുത്തുനിൽപ്പിലാണ് SFIയും DYFIയും അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ. മറുവശത്ത് ഗവർണർക്ക് കുടപിടിച്ച് സംഘവിധേയത്വം പ്രകടിപ്പിക്കുന്ന തിരക്കിലാണ് KSUവും യൂത്ത് കോൺഗ്രസും. എന്തായാലും സംഘപരിവാർ ഭീഷണികളെ ചെറുക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് മലയാളികൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.